കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഇതാ അടുത്ത അവസരം നമ്മളെ തേടി വന്നിരിക്കുന്നു. SBI PO വിളിച്ചു കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു. ഇതാ IBPS POയും നമ്മളെ തേടി വന്നിരിക്കുന്നു. IBPS PO നോട്ടിഫിക്കേഷൻ ഈസ് ഔട്ട് ആൻഡ് ദർ ആർ സോ മെനി വേക്കൻസീസ്. SBI നിരാശപ്പെടുത്തിയ പോലെ IBPS PO നിങ്ങളെ ഈ പ്രാവശ്യം നിരാശപ്പെടുത്തിയില്ല. നല്ലപോലെ വേക്കൻസിയുമായിട്ടാണ് IBPS PO വിളിച്ചിരിക്കുന്നത്. നമുക്ക് IBPS PO ഒത്തിരി മാറ്റങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞില്ലോ, SBI കോപ്പി അടിച്ച് ഇനി IBPS POയും ഇതൊക്കെ അതിലേക്ക് വരുന്നുണ്ട്. നല്ലതാണ്. സോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നോക്കാം. അവരുടെ എക്സാമിന് മാറ്റം വന്നിരിക്കുന്നു. പുതുതായിട്ട് ഇൻ്റർവ്യൂവിന് മുമ്പേ സൈക്കോമെട്രിക് ടെസ്റ്റ് വന്നിരിക്കുന്നു. നമുക്ക് എന്തൊക്കെയാണ് SBI PO നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും. എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് നമുക്ക് കൂടുതലും വേണ്ടത്. കാരണം എങ്ങനെ അപ്ലൈ ചെയ്യണം കാര്യങ്ങളിലൊന്നും നമ്മൾ ഡീറ്റെയിലേക്ക് പോയില്ല. നമുക്ക് IBPS PO 2026 നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ് ബാങ്കുകൾക്ക് വേണ്ടിയിട്ടും സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് IBPS ആണ്. ഏകദേശം 2012 മുതൽ. അതിന് മുമ്പത്തെ സിറ്റുവേഷൻ എല്ലാ ബാങ്കുകളും സ്വതന്ത്രമായി വിളിക്കുകയായിരുന്നു ടെസ്റ്റ്. അപ്പോൾ എല്ലാ മാസവും ടെസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ IBPS വന്നതോടുകൂടി അത് വർഷത്തിൽ 2 ടെസ്റ്റായിട്ട് ചുരുങ്ങി. RRBക്ക് വേണ്ടി ഒന്ന്, ബാക്കിയുള്ള ബാങ്കുകൾക്ക് വേണ്ടി ഒന്ന്. എല്ലാ IBPS തന്നെയാണ് നടത്തുന്നത്. സോ നമുക്ക് നോക്കാം. CRP PO, കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് PO MD, മാനേജ്മെൻറ്റ് ട്രെയിനിങ്, അത് 15ാമത്തെയാണ് വിളിക്കുന്നത് അതിനാണ്. സോ ഫോർ ദ വേക്കൻസീസ് 2026-27 എന്നാണ് അവർ പറയുന്നത്. അതിന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഡേറ്റ്സിലേക്ക് പോകാം. നമുക്ക് എന്തൊക്കെയാണ് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ തുടങ്ങുന്നതെന്ന് നോക്കാം അതിനകത്ത്. സോ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻക്ലൂഡിങ് എഡിറ്റ് ഇന്ന് തൊട്ട് തുടങ്ങി. 21-ാം തീയതി വരെ നിങ്ങൾക്ക് ടൈമുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇത് ചെയ്യാനായിട്ട്. പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷനും 21 വരെയുണ്ട്. നിങ്ങൾക്ക് ഇന്ന് തൊട്ട് 21-ാം തീയതി വരെയും ഇത് ചെയ്യാം. ദെൻ കണ്ടക്ട് ഓഫ് പ്രീ എക്സാമിനേഷൻ കാര്യങ്ങൾ, ഡൗൺലോഡ് ഓഫ് കോൾ. നമുക്ക് വേണ്ടത് ഓൺലൈൻ എക്സാമിനേഷൻ വരുന്നത് ഓഗസ്റ്റ് 2000. എന്നാൽ ഓഗസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഓഗസ്റ്റിൽ ആദ്യം വരുന്നത് ജൂലൈ അവസാനമോ ഓഗസ്റ്റ് ആദ്യമായിട്ട് SBI വരും അതിനകത്ത്. അത് കഴിഞ്ഞ് ഏകദേശം 16, 17, 23 ഒക്കെ ആകുമ്പോൾ IBPS വരുമെന്നാണ് പറഞ്ഞിട്ടില്ല. മിക്കവാറും ആ ഡേറ്റുകളിലൊക്കെ ആയിരിക്കും. ഒരു ശനി, ഞായർ, പിന്നെ ഒരു ശനി, 3 ദിവസം വേണ്ടി വരും അതിനകത്ത്. സോ അതായിരിക്കും അതിൻ്റെ ഇത്. പിന്നെ റിസൾട്ട് സെപ്റ്റംബറിലേക്ക് വരും അതിനകത്ത്. ദെൻ ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ ഏകദേശം 22 ആ സമയത്തേക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഒക്ടോബർ 2025 അത് വരും അതിനകത്ത്. ദെൻ മെയിൻ എക്സാമിനേഷൻ്റെ റിസൾട്ട് നവംബറിലേക്ക് വരും. ഇപ്രാവശ്യം മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ IBPS മൊത്തത്തിൽ മാറി എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ മെയിൻ എക്സാമിനേഷൻ്റെ റിസൾട്ട് നവംബറിൽ വരുന്നു. ഈ പ്രാവശ്യം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മൾ SBIയിൽ കണ്ടിട്ടുണ്ട്. സൈക്കോമെട്രിക് ടെസ്റ്റ്, അതായത് ഇൻ്റർവ്യൂ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പേഴ്സണാലിറ്റി അളക്കാനുള്ള ടെസ്റ്റാണ്. ഇതൊരിക്കലും ഇതിൻ്റെ മാർക്കില്ല, ഒന്നുമില്ല. ഇൻ്റർവ്യൂ ചെല്ലുന്നതിന് മുമ്പേ നിങ്ങളുടെ ഈ ടെസ്റ്റ് സ്കോർ ഇൻ്റർവ്യൂവേഴ്സിന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റി അളക്കുന്നത്. അത് നമുക്ക് അതിനെക്കുറിച്ച് വരാം അതിനകത്ത്. സോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നവംബർ ഡിസംബറിൽ നടത്തുന്നു. നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ. സോ ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ ഡിസംബറോ ജാനുവരിയിലോ നടക്കും. അതായത് ഡിസംബർ അവസാനമോ ജാനുവരി ആദ്യമാണ്. കഴിഞ്ഞ വർഷം വരെ അത് ജനുവരി അവസാനമോ ഫെബ്രുവരിയോ ആദ്യമായിരുന്നു. എന്നാൽ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ്, അതായത് റിസൾട്ട് ഡിക്ലറേഷൻ സാധാരണ ഇവരുടെ ഫിക്സ്ഡ് ആണ്, April 1. അതാണ് IBPSൻ്റെ റിസൾട്ട്. എന്നാൽ ഈ പ്രാവശ്യം അത് ചേഞ്ച് ഉണ്ട്. ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ഇവർ റിസൾട്ട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അപ്പോൾ മാറ്റം അവിടുന്ന് തന്നെ ഉണ്ട്. ഡേറ്റ്സുകൾ എല്ലാ സാധാരണ വരുന്ന അവരുടെ ഡേറ്റിൽ നിന്ന് 1 മാസം പുറകിലേക്കായി, മുമ്പേ വരാൻ തുടങ്ങി. പുറകെല്ല, മുമ്പിലേക്ക് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ റിസൾട്ട് എൻ്റെ ഓർമ്മയിൽ ഇതുവരെയും April 1-ാം തീയതി എന്നൊരു ഡേറ്റ് IBPS മാറ്റിയിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം അവർ അതിനും തയ്യാറായി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഇതാണ് നമ്മുടെ ഡേറ്റ്സിനെ കുറിച്ചുള്ള ഇത്. സോ
നിങ്ങളുടെ പ്രിപ്പറേഷൻ അതൊക്കെ ഓർക്കുക. SBI കഴിഞ്ഞാൽ തൊട്ട് പുറകെ തന്നെ IBPS വന്നിരിക്കണം. ആ സമയത്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് അതുപോലെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ അത് പാസ്സാകാൻ പറ്റും. ഇനി നമുക്ക് വരേണ്ടത് സാധാരണ കാണുന്നതിനൊന്നും ഞാൻ പറയുന്നില്ല. എന്തൊക്കെയാണ് ഏതൊക്കെ ബാങ്കുകളാണ് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ്, അതാണ് നമ്മൾ നോക്കുന്നത്. 11 ബാങ്കുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഇത്രയും ബാങ്കുകളാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ബാങ്ക്സ്. SBI നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം SBI ഓൾറെഡി ഗവൺമെൻറ് ആണ്. SBI വേറെയാണ് എക്സാം നടന്നത്. അതുകൊണ്ടാണ് ഇവിടെ 11 എന്നുള്ള വന്നത്. 18ഓളം ബാങ്കുകളുണ്ടായിരുന്നു, അത് മെർജ് ചെയ്ത് 11 ബാങ്കുകളിലേക്കായി ചുരുങ്ങി. ഇത്രയും ബാങ്കുകളാണ് നിങ്ങൾക്കുള്ള വേക്കൻസി അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. വേക്കൻസി എന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം. ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ബേസിക് പേ കഴിഞ്ഞ ദിവസം SBI PO നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല. അവിടെ അവരുടെ ബേസിക് പേ 48,000 ആയിരുന്നു. എന്നാൽ IBPSന് സാധാരണ ഉള്ളത് 36,000 ആണ്, 36,000 ആണ്. ഒരു 12 രൂപ വ്യത്യാസം എപ്പോഴും IBPS SBI PO ഉണ്ടായിരുന്നു. സോ ആ വ്യത്യാസം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ അടുത്തത്. നിങ്ങൾക്കും കിട്ടും 48 സംതിങ് സ്റ്റാർട്ടിങ് സാലറി, ബേസിക്കാണ്, CTC അല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഏകദേശം 89-90 സംതിങ് ഇത് കിട്ടും. ഏകദേശം SBI POയ്ക്ക് ഇച്ചിരി അലവൻസ് കൂടുതലുണ്ട്, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ വരുന്ന മാറ്റം IBPS SBIയുമായി ഏകദേശം സെയിമിലേക്ക് വരുന്നു എന്നുള്ളതാണ്. IBPS POക്കാർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്. നേരത്തെ ജോയിൻ ചെയ്തവർക്കും അതിൻ്റെ ഫലം അനുഭവിക്കായിരിക്കും, ഇനിയും ജോയിൻ ചെയ്യാൻ പോകുന്നവർക്കും. സോ എപ്പോഴും ഇവർ തമ്മിലൊരു 20 രൂപ വ്യത്യാസം, 25 രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ ആ വ്യത്യാസം കുറേയൊക്കെ മറികടക്കുകയാണ്. ഇവരുടെ ലാസ്റ്റ് CTC വരുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ. നിങ്ങളുടെ സാലറി കയ്യിലേക്ക് കിട്ടുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ. SBI എന്തായാലും അലവൻസി കുറച്ച് കൂടുതൽ കാണും. അപ്പോൾ അവർക്കൊരു 90-98 കിട്ടുമ്പോൾ ഇവർക്കൊരു 90 അടുത്ത് കിട്ടാനെങ്കിലും ചാൻസ് ഉണ്ട് എന്നാണ്. അതൊരു വലിയ മാറ്റമാണ്. IBPS PO പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. നമുക്ക് അടുത്ത മാറ്റത്തിലേക്ക് നോക്കാം. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഒഫീഷ്യൽ വിൽ ബി എലിജിബിൾ ഫോർ അലവൻസ് ആൻഡ് പ്രീറിക്വിസൈറ്റ്സ്. എല്ലാം സാധാരണ പോലെ തന്നെ ഞാൻ പറഞ്ഞു. CTC എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി വരുന്നതാണ്. HRA, DA കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് അത് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഇതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ എത്ര പ്രാവശ്യം നിങ്ങൾ കണ്ടു മടുത്തു എന്ന് എനിക്കറിയില്ല. സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ കണ്ടോളാം. മിനിമം ഏജ് 20 years ആക്കിയിട്ടുണ്ട്. നേരത്തെ 21 ആയിരുന്നു, ഇപ്പോൾ അത് 20ലേക്ക് വന്നു. കാരണം 20 ആകുമ്പോൾ പലർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചിലർ ഡിഗ്രി 20 വയസ്സാകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും, അവർക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായി. അടുത്ത മാറ്റം ഇതാണ്. സോ 20 years അവരുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റിൻ്റെ റിലാക്സേഷനൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അത് സാധാരണ ഉള്ളതുപോലെ തന്നെ ഓരോ കാറ്റഗറിക്കും അതിൻ്റെ ഇതുണ്ട്, റിസർവേഷന്. സോ ഇതൊക്കെ അവരവരുടെ റിസർവേഷനുള്ള അതിൻ്റെ കാര്യങ്ങളാണ്. എന്തൊക്കെ വേണം, വിഷ്വലി ഇമ്പേർഡ്, ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് അതിൻ്റെ കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഏജ് കാര്യങ്ങൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത കാണാനുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കറിയാം, ഡിഗ്രി ഓർ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ഫ്രം ബൈ UGC, അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് മറ്റേ SBI ആണെങ്കിലും IBPS ആണെങ്കിലും പാസ് മാത്രം മതി, അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ദ കാൻഡിഡേറ്റ് മസ്റ്റ് പൊസസ് വാലിഡ് മാർക്ക് ഷീറ്റ് ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ദാറ്റ് ഈസ് ഗ്രാജുവേറ്റ് ഓൺ ദ ഡേ ഷീ രജിസ്റ്റേഴ്സ്. പലരും വന്ന് ചോദിക്കാറുണ്ട്, സാറേ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവരെ കാണത്തില്ല, പിന്നെ ആയിരിക്കും അവർക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടുന്നത്. പറ്റില്ല, നിങ്ങൾ സീരിയസ് ആയിട്ടാണ് നോക്കുന്നെങ്കിൽ. പക്ഷേ ഇതൊന്നും എഴുതുന്നതിനൊരു തടസ്സമേ അല്ല, അത് ഞാൻ ആദ്യമേ പറയാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് ആരും മാർക്ക് ലിസ്റ്റ് ചോദിക്കത്തില്ല. നിങ്ങൾ പാസ്സായില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസിനായിട്ട് എഴുതാം. എന്നാൽ ഇതിനായിട്ട് സീരിയസ് ആയിട്ട് നോക്കിയവർ ഒരു വർഷമോ 1.5 വർഷമായിട്ട് ഇതിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റിൽ നിങ്ങളത് പാസ്സായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കിട്ടുന്ന ജോലി പോയിരിക്കും. അത് സത്യമാണ്.
അതുകൊണ്ട് ഹാർഡ് ട്രൂത്ത് ആണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. അശ്രദ്ധ കൊണ്ട് ഇത് ചെയ്യരുത്. കാരണം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്കയായിരിക്കണം. ജോലി കിട്ടിയാൽ അത് തെറിച്ചു പോകും, വേറെ കാര്യങ്ങളൊന്നും അവർ നോക്കത്തില്ല. സോ അതെല്ലാം വേണമെന്ന്. സോ അത് വേണം. All the education qualification should be from university institution approved on or before 21. കാരണം 21-ാം തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതിന് അന്നെങ്കിലും പാസ്സാകണം, അതാണ് വേണ്ടത്. പ്രോപ്പർ ഡോക്യുമെൻറ്റ് ഫ്രം ബോർഡ് യൂണിവേഴ്സിറ്റി ഹാവിങ് ഡിക്ലെയർഡ് ദ റിസൾട്ട് ഓൺ ഓർ ബിഫോർ ആസ് സബ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ. എന്തായാലും നിങ്ങളെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇപ്പം കൊടുക്കണ്ട. അതാ പറഞ്ഞേ, പരീക്ഷ എഴുതുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ആ സാധനം കിട്ടിയിരിക്കണം. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നോക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഇതിന് യോഗ്യതയുണ്ടോ ഇല്ലയോ. കാരണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പാസ്സാകാത്ത ഒരാളിനെ ഡിഗ്രി ഹോൾഡർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് നിങ്ങളെപ്പോഴും ഓർത്തോളുക. സോ ഇതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക്. എല്ലാം ഒറിജിനലാണ്, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതൊക്കെയാണ്. ഇതാ അടുത്തത് നോക്കാം നമുക്ക്. ഇപ്പോൾ എല്ലാ ബാങ്കുകളും ചോദിക്കാറുള്ളതാണ് ക്രെഡിറ്റ് ഹിസ്റ്ററി. ക്രെഡിറ്റ് ഹിസ്റ്ററി മീൻസ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എവിടുന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ലോൺ നിങ്ങൾ തിരിച്ചടവിൽ മോശം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങൾക്കൊരു റേറ്റ് കാണും. അത് 600 സംതിങ് 700 സംതിങ് അങ്ങനെ പോകും. സിബിൽ സ്കോർ എന്ന് പറയും. ആ സ്കോറ് താന്നു പോകും ലോൺ മര്യാദയ്ക്ക് അടച്ചില്ലെങ്കിൽ. സോ അതൊരു NPA വന്നാൽ നിങ്ങളുടെ സിബിൽ സ്കോർ താന്നു പോകും. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതൊന്നും പരീക്ഷ എഴുതുന്നതിനൊരു തടസ്സമല്ല കേട്ടോ, അത് ഞാൻ ആദ്യം പറയാം. സോ ഇനി നിങ്ങൾക്ക് ആ സമയത്ത് ജോലി കിട്ടി, നിങ്ങൾ ലോണ് പ്രശ്നമുണ്ട്, ഇച്ചിരി ലോൺ അടച്ചിട്ടില്ല, അങ്ങനെ ആണെങ്കിലും പേടിക്കണ്ട. ബാങ്കിൻ്റെ സൈഡിൽ നിന്നൊരു ഫുൾ ലോൺ അടച്ചു തീർത്തിട്ട് ഒരു NOC മേടിച്ചു കൊടുത്താൽ മതി. അതായത് നിങ്ങൾ ആ സമയത്തൊരു ഡെപ്റ്റർ അല്ല, നിങ്ങളൊരു കടക്കാരനല്ല എന്നത് മാത്രമേ ഉള്ളൂ പ്രശ്നം. സോ അത് നമുക്ക് നോക്കാം. അതിനകത്ത് കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഷാൾ എൻഷുർ ദാറ്റ് ദേ മെയിൻറ്റെയിൻ എ ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി. ക്രെഡിറ്റ് ഹിസ്റ്ററി വരണമെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ തിരിച്ചടയ്ക്കുകയോ അങ്ങനെ വേണം. ഇല്ല ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്താലും നിങ്ങൾക്ക് തിരിച്ചടവ് കറക്റ്റായിട്ട് വന്നാൽ നിങ്ങളുടെ സിബിൽ സ്കോർ കൂടും. സോ നിങ്ങൾക്കൊരു ഹെൽത്തി ഉണ്ടെന്നറിയാം. എങ്ങനെയാണേലും മതി. സോ ടൈം ഓഫ് ജോയിനിങ്, ആ സമയത്ത് നിങ്ങളുടെ ലോണാണെങ്കിലും അടച്ചു തീർക്കുക. മിനിമം ക്രെഡിറ്റ് സ്കോർ വിൽ ബി ആസ് പെർ പോളിസി ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ്. അതായത് അവർ സമയത്തിന് അത് മാറ്റിക്കൊണ്ടിരിക്കുക. അവർ പറയാം 600 മേലുള്ളവർ മതി എന്നുള്ളത്. സോ 600 മേലുള്ളവർക്കായിരിക്കും എടുക്കുന്നത്. ദോസ് കാൻഡിഡേറ്റ്സ് ഹൂസ് സിബിൽ ഓർ അതർ സിമിലർ ഏജൻസീസ് ഹാസ് നോട്ട് ബീൻ അപ്ഡേറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ജോയിനിങ് ഹാവ് ടു എയ്തർ ഗെറ്റ് സ്റ്റാർട്ട് അപ്ഡേറ്റ് ഓർ പ്രൊഡ്യൂസ് ദ NOCs ഫ്രം lender to the effect that there is no outstanding with respect to the accounts adversely reflected in the report. Filing with the letter of the offer may be withdrawn or cancelled. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ നിങ്ങൾ ആ സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ NOC മേടിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകും. അത്ര തന്നെ പറഞ്ഞുള്ളൂ. നിങ്ങൾ NOC എങ്കിലും മേടിച്ചു കൊടുത്താൽ നിങ്ങളുടെ ജോലി പോകില്ല. ജോലി കിട്ടിയുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇതൊരിക്കലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ പാസ്സാകണോ നിർബന്ധമില്ല. നിങ്ങൾക്കൊന്ന് പരീക്ഷ എഴുതി നോക്കണമെന്നെങ്കിലോ ഇതൊന്നും ഒരു നിർബന്ധവും അല്ല. നിർബന്ധം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇത് സീനാകുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. ദ ഫൈനൽ ഡിസ്ക്രിപ്ഷൻ ഇൻ ദിസ് റിഗാർഡ് റിമെയിൻസ് വിത്ത് ദ അലോട്ടഡ് ബാങ്ക്. എന്നിരുന്നാലും അവർ ഇച്ചിരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അല്ലാതെ ആർക്കും ജോലി കിട്ടിയവനെ വലിച്ചെറിഞ്ഞ് കളയത്തില്ല. ഇവൻ്റെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമോ? ഇല്ല. മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടക്കാരനായതുകൊണ്ടായിരിക്കുമല്ലോ അതിൽ നിന്നും കരകയറാൻ നമ്മളൊരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അത് ബാങ്കിനും അറിയാം. എന്നിരുന്നാലും പറ്റുന്ന അത്രയും കടം അടച്ചു തീർക്കാനേ ബാങ്ക് പറയുന്നുള്ളൂ. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. സോ നിങ്ങൾ ആ സമയത്ത് ലോൺ അടച്ച് തീർത്താലും മതി. ഇതിൽ പേടിക്കരുത് കാര്യം പ്രത്യേകം. ദിസ് ക്ലോസ് ഡസ് നോട്ട് അപ്ലൈ ടു ദ കാൻഡിഡേറ്റ്സ് വിത്ത് നോ ബാങ്ക് അക്കൗണ്ട്. അതിപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാ പട്ടിക്കും പൂച്ചയ്ക്കും ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വന്ന പിന്നെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവന് ലോൺ കിട്ടില്ല. അപ്പോൾ പിന്നെ അവന് ക്രെഡിറ്റ് ഹിസ്റ്ററി കാണത്തില്ല. സോ ദിസ് റിക്വയർമെൻറ്റ് ഈസ് നോട്ട് എ പ്രീ കണ്ടീഷൻ ടു അപ്ലൈ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ദയവ് ചെയ്ത് പേടിക്കരുത്, അപ്ലൈ ചെയ്തോളുക, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഇതാണ് ക്രെഡിറ്റ് ഹിസ്റ്ററി. ഇപ്പോൾ എല്ലാ ബാങ്കുകളും ചോദിക്കുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീസ്, ഇൻറ്റിമേഷൻ ചാർജ്, ഇതൊക്കെ എല്ലാ ഇതിലും ഉള്ളതാണ്. ഇനി നമുക്ക് മെയിൻ ചേഞ്ചസ് എന്താണെന്നുള്ളത് നോക്കാം.
അടുത്ത ചേഞ്ച്, നമ്മൾ ആദ്യത്തെ ചേഞ്ച് കണ്ടു, ഡേറ്റിൽ ചേഞ്ച് വന്നു. രണ്ടാമത്തെ ചേഞ്ച് വന്നു, ശമ്പളത്തിൽ വന്നു. മൂന്നാമത്തെ ചേഞ്ച് SBI പോലെ തന്നെ അവർ എക്സാമുകളുടെ ചേഞ്ച് വരികയാണ്. SBIയുടെ പ്രിലിംസ് തൊട്ട് ചേഞ്ച് വന്നു. ഈ പ്രാവശ്യം ഇവിടെയും പ്രിലിംസ് തൊട്ട് ചേഞ്ച് വരികയാണ്. അതിനകത്ത് നമുക്ക് നോക്കാം. പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ് 35 മാത്സ്, 35 റീസണിങ്, 30 ഇംഗ്ലീഷ്. അതായിരുന്നു ഓരോന്നിനും അത്രയും മാർക്ക് തന്നെ, അതായിരുന്നു അതിൻ്റേത്. എന്നാൽ ഈ പ്രാവശ്യം ചെറിയൊരു ചേഞ്ച് ഉണ്ട്, നമുക്ക് നോക്കിക്കളയാം. എന്തൊക്കെയാണ് ചേഞ്ച്? ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക് തന്നെ, അപ്പോൾ 1 മാർക്ക് എന്നുള്ളത്. 20 മിനിറ്റ്സ്, ഇതിന് മാറ്റങ്ങളോ ഒന്നുമില്ല, എല്ലാത്തിനും 20 മിനിറ്റ് തന്നെ. മാറ്റം വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യന് 30 മാർക്കേ ഉള്ളൂ. 35 ക്വസ്റ്റ്യന് 35 മാർക്ക് ഉണ്ടായിരുന്നു. അത് എന്താക്കി മാറ്റി? 35-ൽ നിന്ന് 30-ലേക്ക് മാറ്റി. അപ്പോൾ ഏകദേശം വെയിറ്റേജ് 1 മാർക്കിൽ നിന്ന് 0.8 എന്നുള്ള 8 സംതിങ് എന്നുള്ളതിലേക്ക് മാറി അതിനകത്ത്. ഇനി താഴേക്ക് നോക്കുക. റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ്, അതെന്തായി മാറി? 35 മാർക്കായിരുന്നു, അത് 40-ലേക്ക് മാറി. അപ്പോൾ ഏകദേശം 1.12 ആ ഒരു റേഞ്ചിലേക്ക് വരും എത്ര ആണെങ്കിലും. അപ്പോൾ റീസണിങ്ങിന് കൂടി, സെയിം ക്വസ്റ്റ്യൻ തന്നെ, റീസണിങ്ങിൻ്റെ എന്തും മതി നമ്മൾ പറയും, അതിൻ്റെ ആശ്രയം കൂടി അതിനകത്ത്. സോ അതിനുള്ള കവറേജ് കൂടി. സോ 35 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻ ഉണ്ട്. ചിലപ്പോൾ അതിനകത്ത് 2 മാർക്കിൻ്റെ ഒക്കെ വരും. അതുകൊണ്ടായിരിക്കും, അത് സ്ട്രക്ചർ നമുക്കറിയില്ല, അത് നിങ്ങൾ എഴുതുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാത്തിനും 1.1 സംതിങ് കൊടുക്കുന്നതായിരിക്കാം. വട്ട് എവർ ബി, എന്തും ആയിക്കോട്ടെ, ഇവിടെയുള്ള മാറ്റം റീസണിങ്ങിന് മാറ്റം വന്നിരിക്കുന്നു. റീസണിങ് അറിയാവുന്നവർ ഇച്ചിരി കൂടെ സ്കോർ ചെയ്യാൻ വന്നു. നോക്കുക, റീസണിങ് പ്ലസ് ഇംഗ്ലീഷ് 70 മാർക്കായി. നിങ്ങൾക്ക് മാത്സ് കുറച്ചും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് സുഖമായി IPS PO പ്രിലിംസ് പാസ്സാകാമെന്നുള്ള സൂചനയാണ് ഇവിടെ തരുന്നത്. ഇതാണ് പ്രിലിംസിൻ്റെ മാറ്റം. ഇനി നമുക്ക് മെയിൻസിൻ്റെ മാറ്റത്തിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പ്രിലിംസ് കണ്ടു. ഇനിയാണ് കാതലായ മാറ്റം വരുന്നത്. മെയിൻസിൽ അവർ കാതലായ മാറ്റങ്ങൾ വന്നു. SBIയുടെ നമ്മൾ മാറ്റങ്ങൾ കണ്ടു. അവർ മെയിൻസ് മാറ്റി, ഇംഗ്ലീഷിൻ്റെ മാർക്ക് പകുതിയാക്കി, ബാക്കിയുള്ളതിനൊക്കെ കൂട്ടി. അപ്പോൾ അത് GKക്ക് മാർക്ക് കൂട്ടി. അതൊക്കെയായിരുന്നു SBI ചെയ്തത്. ഇവിടെ എന്താണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. പഴയത് എന്തായിരുന്നു, പുതിയത് എന്താണ് എന്നുള്ളത്. നമുക്ക് ആദ്യം നോക്കുമ്പോൾ റീസണിങ്ങിന് ക്വസ്റ്റ്യൻ 40, മാർക്ക് 60. പഴയ ക്വസ്റ്റ്യൻ റീസണിങ്ങിന് 45 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവരത് 45 ക്വസ്റ്റ്യൻ 60 മാർക്കായിരുന്നു. ഈ പ്രാവശ്യം വെയിറ്റേജ് ഇച്ചൂടെ കൂട്ടി. അതായത് 40 ക്വസ്റ്റ്യൻ 60 മാർക്ക്. 40 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് 60 മാർക്ക്, അതായത് ഒരു ക്വസ്റ്റ്യൻ 1.5 മാർക്ക് വെച്ചുണ്ട്. ഇതാണ് മാറ്റം. 45-ൽ നിന്ന് ക്വസ്റ്റ്യൻ എത്രയായിട്ട് കുറഞ്ഞു? 40 ആയിട്ട് കുറഞ്ഞു. അതേ മാർക്കിൽ തന്നെ നിൽക്കുമ്പോൾ വെയിറ്റേജ് കൂടി. അപ്പോൾ റീസണിങ് നല്ലപോലെ അറിയാവുന്നതിന് വീണ്ടും സ്കോർ ചെയ്യാനുള്ള ചാൻസ് വരുന്നു. അപ്പോൾ റീസണിങ്ങിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടു. ഇനി 2 കാതലായ ഒരു മാറ്റം വന്നിരിക്കുന്നത് GA ആണ്. GA മൊത്തത്തിൽ മാറുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ പറഞ്ഞേക്കാം? ജനറൽ ബാങ്കിങ് അവയർനെസ്, എക്കണോമി. അപ്പോൾ ബാങ്കിങ് അവയർനെസ് ഉണ്ട്. എക്കണോമിയിൽ വരുന്ന മാറ്റങ്ങൾ, ബാങ്കിങ് അല്ലാതെ ഓരോ കമ്പനികൾ ഓരോരുത്തരെ ഏറ്റെടുക്കുന്നതും കാര്യങ്ങളും, ഷെയറും സെബിയെക്കുറിച്ചുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും വരും. ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ഇപ്പോൾ എല്ലാ ബാങ്കിങ് സർവീസുകളും ഡിജിറ്റലാണ്, ഇൻക്ലൂഡിങ് UPI കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാം. ഫിനാൻഷ്യൽ ഇൻക്ലൂഡിങ് RBI സർക്കുലർ. RBI സർക്കുലറിൽ കൂടെയാണ് നമ്മൾ മോണിറ്ററി പോളിസി റേറ്റ്സ് ചേഞ്ചുകളും RBI എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു, RBIയുടെ കമ്മിറ്റികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ RBI സർക്കുലർ വഴി അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് വേണം. നോക്കുക, 35 ക്വസ്റ്റ്യന് 50 മാർക്കാണ്. 35 ക്വസ്റ്റ്യന് 50 മാർക്കാണ്. കഴിഞ്ഞ വർഷം അത് 40 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചാണ്. എന്നാൽ ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ കുറച്ചു, പക്ഷേ മാർക്ക് കൂട്ടി. അപ്പോൾ 1.42 ആയി വെയിറ്റേജ്. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ചെയ്താൽ, GK അത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് 1.42 വെയിറ്റേജ് കിട്ടും എന്ന് മാത്രം ഓർക്കുക. നോക്കുക, 45 ക്വസ്റ്റ്യൻ ആയിരുന്നു 40ആയി, 40 ക്വസ്റ്റ്യൻ ആയിരുന്നു 35ആയി. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ വെച്ച് അവർ മാറ്റി. സോ കഴിഞ്ഞ വർഷം 155 ആയിരുന്നു ക്വസ്റ്റ്യൻ, ഈ വർഷം 145-ലേക്ക് മാറി. ആ മാറ്റം റീസണിങ്ങിൽ നിന്നും GKയിൽ നിന്നാണ്. എന്നാൽ മാർക്ക് കൂട്ടുകയും ചെയ്തു. ആ വെയിറ്റേജ് കൂട്ടി. GKയുടെ മാർക്ക് കൂട്ടി, റീസണിങ് അതേ മാർക്ക് വെയിറ്റേജ് കൂടി. ഇംഗ്ലീഷ് പഴയ പോലെ തന്നെ 35 ക്വസ്റ്റ്യൻ 40 മാർക്ക്, 35 ക്വസ്റ്റ്യന് 40 മാർക്ക്, 1.14. നേരത്തെ തന്നെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. DI ഡാറ്റ അനാലിസിസ് നേരത്തെ 35 ക്വസ്റ്റ്യൻ ആയിരുന്നു, അന്ന് 60 മാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറച്ചു, 50 മാർക്കിലേക്ക് വന്നു. കണ്ടോ,
പ്രിലിംസിലും ക്യു എയുടെ പ്രാതിനിധ്യം കുറയ്ക്കുന്നു. മെയിൻസിലും DA കണ്ടോ 35 ക്വസ്റ്റ്യൻ 60ആയിരുന്നു. അപ്പോൾ 35 ക്വസ്റ്റ്യന് 60 വരുവാണെങ്കിൽ ഏകദേശം 1.5 കൂടുതൽ വരും. എന്നാൽ ഇപ്പോൾ കണ്ടില്ലേ, അത് 1.42 കുറച്ചു. അപ്പോൾ ഈ 10 മാർക്ക് അവിടേക്കും ഇവിടേക്കും കൊടുത്തു. ഈ 10 മാർക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് 200-ന് ചേഞ്ച് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ 155 ആയിരുന്നത് 145 ക്വസ്റ്റ്യനിലേക്ക് ചുരുങ്ങി. അപ്പോൾ ഇവിടുന്ന് 5 ക്വസ്റ്റ്യൻ കളഞ്ഞു, ഇവിടുന്ന് 5 ക്വസ്റ്റ്യൻ കളഞ്ഞു. എന്നാൽ മാർക്കിന് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതാണ് പഴയതും പുതിയ. ഞാൻ ചുമന്ന മാർക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന IPS POയുടെ ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ. ഇത് സെയിം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യാത്തത്. എന്നിരുന്നാലും നിങ്ങളുടെ അറിവിനായിട്ട് ഇട്ടേക്കാം. 35 അങ്ങനെ 185 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അത് 145ലേക്ക് വന്നു. മാർക്ക് അതുപോലെ ഇതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ ഇതിന് മാറ്റമുണ്ട്. ചുമന്ന് കാണിച്ചിരിക്കുന്നത് പഴയതാണ്. കഴിഞ്ഞ വർഷവും ഇത് 60 തന്നെയാണ്, ഇത് 40 തന്നെയാണ്. സോ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എന്താണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്ന്. വലിയ മാറ്റങ്ങൾ തന്നെയാണ്. നമുക്ക് ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ടൈമിലേക്ക് നോക്കാം. ടൈം എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നോക്കാം. നേരത്തെ 3 മണിക്കൂറായിരുന്നു, 180 മിനിറ്റ്സ് ആയിരുന്നു. നിങ്ങളൊരു മെയിൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുതുമ്പോൾ തന്നെ, ഡിസ്ക്രിപ്റ്റീവ് വേറെ ഉണ്ട് കേട്ടോ അതിനകത്ത്. എന്നാൽ ഈ പ്രാവശ്യം നോക്കാം. റീസണിങ്ങിന് 50 മിനിറ്റാണ്. റീസണിങ്ങിൻ്റെ പഴയ ടൈം ഞാൻ എഴുതിയിട്ടുണ്ട് 60 മിനിറ്റ്. അപ്പോൾ 10 മിനിറ്റ് എവിടോട്ട് കളഞ്ഞു പോയി അതിനകത്ത്. ദെൻ 25 മിനിറ്റ്സ് ഫോർ GA. നേരത്തെ എത്രയാണെന്ന് അറിയോ? 35. അപ്പോൾ 10 മിനിറ്റ് അവിടെയും കളഞ്ഞു, 10 മിനിറ്റ് ഇവിടെയും കളഞ്ഞു. അപ്പോൾ എത്ര മിനിറ്റ് പോയി? 20 മിനിറ്റ് പോയി. 40 മിനിറ്റ്, അത് പണ്ടും 40 തന്നെ ആയിരുന്നു ഇംഗ്ലീഷിന്. DAയുടെ 45 മിനിറ്റ് നേരത്തെയും 45ആയിരുന്നു. അപ്പോൾ മാറ്റങ്ങൾ എവിടെയാണ് വന്നത്? റീസണിങ്ങിന് ക്വസ്റ്റ്യൻസ് കുറച്ചു, മാർക്ക് കൂട്ടി. പക്ഷേ നിങ്ങൾ നോക്കുക, 10 മിനിറ്റ് എടുത്ത് കളഞ്ഞു. ചതിയാ, പറയല്ലേ, വിശ്വസിക്കരുത്. നമ്മൾ ഓർക്കും ഇഷ്ടംപോലെ സമയമുണ്ടോന്നും ഇല്ല. പക്ഷേ എന്താ അറിയോ, നിങ്ങൾ ചെയ്യുന്ന ഓരോന്നിനും 1.5 വെച്ച് കിട്ടും. അതൊരു നല്ലതല്ലേ, അതെപ്പോഴും ഓർക്കുക. അതുപോലെ ഇംഗ്ലീഷ്, ശരിക്കും ഞാൻ പണ്ടേ പറയാറുണ്ട്, ഈ GKക്ക് ഇത്രയും 35 മിനിറ്റ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അത് കൂടുതൽ അപകടമാണ്. എന്നാൽ അവരത് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. 25 മിനിറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ GK ഒക്കെ ഇച്ചിരി വായിക്കാനുണ്ട്, അപ്പോൾ അത് 25 മിനിറ്റിലേക്കാണ്. ഇതാണ് ടൈം ചേഞ്ച്. അപ്പോൾ 180 മിനിറ്റ് ആയിരുന്നതിപ്പോൾ 160 മിനിറ്റിലേക്ക് ചുരുങ്ങി. 20 മിനിറ്റ് എവിടെ പോയി എന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ ഇതാണ് ചേഞ്ചുകൾ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പഠിത്തവും നിങ്ങൾ ഏതിനൊക്കെ നോക്കുക. റീസണിങ്, ഇംഗ്ലീഷ് അപ്പോഴും നല്ല സ്ട്രോങ് ആണ്. GKയും നല്ല സ്ട്രോങ് ആക്കി എടുത്താൽ നിങ്ങൾ മാത്സ് വെച്ച് പുറമോട്ട് പോയാലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് കൊണ്ടുവരാൻ ചെയ്യും. മാത്സ് നിങ്ങൾ സെലക്ട് ചെയ്താൽ തന്നെ അതിന് 1.42 ഉണ്ട്. DA അല്ലേ, അത്യാവശ്യം നല്ലപോലെ പഠിച്ചാൽ തന്നെ അതിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴേ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ അതിനായിട്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ മെയിൻസ് എക്സാം 3 മണിക്കൂറുകളിൽ നിന്ന് 160 മിനിറ്റായിട്ട് കുറഞ്ഞു. അതെപ്പോഴും ഓർക്കുക. അപ്പോൾ 2 hours 40 minutes എന്നുള്ളത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 30 മിനിറ്റ് നേരത്തേക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ കേട്ടണം. നേരത്തെ അവിടെ SIയും ലെറ്റർ റൈറ്റിങ്ങും ആയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. SIയും കോംപ്രിഹെൻഷനും ഉണ്ട്. അതെ, കോംപ്രിഹെൻഷൻ ഇംഗ്ലീഷിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ ഇതാണ് കോംപ്രിഹെൻഷൻ. സോ കോംപ്രിഹെൻഷൻ നല്ല റീഡിംഗ് ഉള്ളവർക്ക് മാത്രമേ പറ്റൂ എന്ന് ഓർക്കുന്നു. നോക്കാം. മേ ബി ബ്രോഡ്ലി ബേസ്ഡ് ഓൺ SI, ഇല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ആൻഡ് ടെക്നോളജി, കറണ്ട് ഇവൻറ്റ്സ്, എത്തിക്സ് എക്സെട്ര. അപ്പോൾ SIയും കോംപ്രിഹെൻഷൻ ഇതിനെ ബേസ് ചെയ്തായിരിക്കുമെന്ന്. അപ്പോൾ വെറുതെ നമ്മൾ സ്റ്റോറി വായിക്കുന്ന പോലെ കോംപ്രിഹെൻഷൻ വായിക്കൽ നടക്കില്ല എന്നാണ് പറഞ്ഞത്. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ആ ടേംസും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ നിങ്ങളുടെ റീഡിങ് ഇമ്പ്രൂവ് ചെയ്തോളുക. നിങ്ങൾ ഒരെണ്ണത്തിനെ കുറിച്ച് SI എഴുതണമെങ്കിലും ഒക്കെ നിങ്ങളുടെ റീഡിങ് അതുപോലെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതിന് 25 മാർക്കുണ്ട് അതിനകത്ത്. 25 and 30 minutes. ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. മാറ്റമുള്ളത് ഇവിടെയാണ്. കോംപ്രിഹെൻഷൻ വന്നിട്ടുണ്ട്. SIയും ലെറ്റർ റൈറ്റിംഗ് മാറി കോംപ്രിഹെൻഷനിലേക്ക് വന്നു അതിനാണ്. സോ ബാക്കി അവരുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എങ്ങനെയാണ്, ഓട്ടോമേറ്റഡ് ആയിട്ടാണ്, AI ആണ് നോക്കുന്നത് കാര്യങ്ങളൊക്കെ. അതിൽ നിങ്ങളുടെ വൊക്കാബുലറിയാണ് അവർ ശരിക്കും നോക്കുന്നതെന്ന് ഓർക്കൊള്ളുക നിങ്ങളൊരു ഡിസ്ക്രിപ്റ്റീവ് എഴുതുമ്പോൾ. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. എന്താണ് അടുത്ത മാറ്റം? അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മേ ബി ഇവാലുവേറ്റഡ് ബൈ ആൻ ഓട്ടോമേറ്റഡ് സ്കോറിംഗ് മെഷീൻ മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു റൈറ്റിംഗ് പ്രൊവിഷൻസ്. നിങ്ങൾ നല്ലൊരു റൈറ്റർ ആണോ എന്നുള്ളത്
സ്കോറിംഗ് മെക്കാനിസം ഈസ് ഡ്യൂലി വാലിഡേറ്റഡ് ആൻഡ് ഇവാലുവേറ്റ്സ് പ്രൊവിഷ്യൻസി ഓഫ് ടെസ്റ്റ് ടേക്കേഴ്സ്. എന്ത് പ്രൊവിഷ്യൻസി? ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നിങ്ങളുടെ പ്രൊവിഷ്യൻസി നല്ലൊരിതല്ലാതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിന് മാർക്ക് കിട്ടില്ല. സോ അത് നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കൊള്ളുക. ദെൻ കമ്മിങ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഒരു മെയിൻസ് എക്സാം കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് ഇൻ്റർവ്യൂ ആയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അവരത് മാറ്റി. ആദ്യമായി IBPS പേഴ്സണാലിറ്റി ടെസ്റ്റ് വരികയാണ്. നമ്മൾ കണ്ടു SBIയിൽ അതുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മൾ കണ്ടു. നിങ്ങളുടെ പേഴ്സണാലിറ്റി അളക്കാനുള്ള ടെസ്റ്റാണ്. ഇതൊരിക്കലും നിങ്ങളുടെ ഇതല്ല, മാർഗമില്ല, അങ്ങനത്തെ കാര്യങ്ങളോ ജയിക്കണമെന്നൊന്നുമില്ല. ഇത് കാൻഡിഡേറ്റ്സ് ഹു ആർ ക്വാളിഫൈങ് ദ മെയിൻ എക്സാമിനേഷൻ വിൽ ബി കാൾ ഫോർ എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. സെൽഫ് റിപ്പോർട്ട് നിങ്ങൾ തന്നെ ഇത് ചെയ്യും. നിങ്ങൾക്ക് ചില ഡേറ്റാസ് വരും. അതനുസരിച്ച് നിങ്ങൾ വരുന്ന ഓരോ ആൻസറിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചൊരു പേഴ്സണാലിറ്റി ഇത് വരും. ആ റിപ്പോർട്ട് ഇൻ്റർവ്യൂവിന് മുമ്പേ അവരുടെ ടേബിളിൽ കാണും. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് തന്നെ അവർ മനസ്സിലാക്കും ഇയാൾ എങ്ങനെയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കും. ഇത് ആരും എഴുതി ഉണ്ടാക്കി കൊടുക്കുന്നതല്ല, നിങ്ങൾ തന്നെ കൊടുക്കുന്ന. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി പ്രൊഫൈൽ ഓഫ് ദ കാൻഡിഡേറ്റ്സ് വിൽ ബി പ്ലേസ്ഡ് ബിഫോർ ദ ഇൻ്റർവ്യൂ പാനൽ. ദ പേഴ്സണാലിറ്റി ടെസ്റ്റ് will be non-qualifying in nature. However, appearing in the personality test will be mandatory. മനസ്സിലായോ എന്ന് പറഞ്ഞ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അപ്പിയർ ചെയ്താൽ മാത്രമേ നിങ്ങളെ എന്തിനു സമ്മതിക്കൂ? ഇൻ്റർവ്യൂവിന് സമ്മതിക്കൂ. മാൻഡേറ്ററി ആണ്. നോൺ ക്വാളിഫയിങ് ആണെന്ന് പറഞ്ഞിട്ട് പോയിരിക്കാൻ പറ്റത്തില്ല. അതിന് പോയെങ്കിൽ ആ ടെസ്റ്റ് നടത്തി അതിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിൽ നിങ്ങളെ വിളിക്കുകയുള്ളൂ എന്ന് ഓർത്തുകൊള്ളുക. അതിനകത്ത് അടുത്തതിലേക്ക് പോകാം. ഇത് നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് ഇതെല്ലാം നിങ്ങളുടെ കാര്യങ്ങളാണ്. അതിനകത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ടൈമിന് ചെന്നില്ലെങ്കിൽ കയറ്റില്ല. പെനാൽറ്റി, കട്ട് ഓഫ്, എല്ലാത്തിനും IBPS എപ്പോഴും സെപ്പറേറ്റ് കട്ട് ഓഫ് തന്നെയാണ്. ഈ പ്രാവശ്യം അതിന് മാറ്റങ്ങളില്ല. ഓരോ സെഷൻ കട്ട് ഓഫ് ഉണ്ട്, ടോട്ടൽ കട്ട് ഓഫും ഉണ്ട്. ഇതായി നോക്കുക. മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ദ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ ഓൺലി വിൽ ബി കൺസിഡേർഡ് ഫോർ ഇൻ്റർവ്യൂ. അതെപ്പോഴും ഓർത്തോളുക. ഫിലിംസ് ഇതല്ല. ദെൻ സ്കോർസ് നോർമലൈസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ്, പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്, ഇൻ്റർവ്യൂ നമ്മൾ പറഞ്ഞു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. നിങ്ങൾ ഇത്രയും വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകണം. ഇതൊക്കെ നമ്മളെല്ലാ ഇതിലും കാണുന്നതാണ്. സോ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു എക്സാമിനേഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം? ബയോമെട്രിക് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ഫോട്ടോ 2 എണ്ണം, ഒരെണ്ണം അതിനകത്ത് ഒട്ടിക്കണം, ഒരെണ്ണം നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകണം, ഒട്ടിക്കുകയോ. നിങ്ങളുടെ ഒരെണ്ണം അതിനകത്ത് ഹോൾ ടിക്കറ്റിലുണ്ട്, ഒരെണ്ണം ഒട്ടിക്കണം. നിങ്ങൾ 8 ഫോട്ടോ എങ്കിലും മിനിമം നിങ്ങളുടെ ആ ഫോട്ടോ എടുക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ. അത് എപ്പോഴും ഓർത്തോളുക. കാരണം പ്രിലിംസ് മാത്രം എഴുതേണ്ടവർക്ക് ഒരു ഫോട്ടോ അങ്ങനെ മതി. എന്നാൽ മെയിൻസ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങൾ അതേ ഫോട്ടോ തന്നെയാണ്. ദയവ് ചെയ്ത് അതിൻ്റെ ഒരു 8 കോപ്പി എപ്പോഴും എടുത്ത് വെച്ചേക്കുക. ഇതുകൂടാതെ ഈ പ്രാവശ്യം അവർ എന്താണ് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. ദ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു പ്രോസസ് അക്വയർ വാലിഡ് ആധാർ കാർഡ് ഫോർ ദ. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ആധാർ കാർഡ് കൊണ്ടുവരണം. നിങ്ങൾ വേറെ എന്ത് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നോ അത് നിങ്ങളെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ പ്രാവശ്യം തൊട്ട് അവർ ഇതുണ്ട്, ഓൺലൈൻ ആധാർ വെരിഫിക്കേഷൻ അതും കൂടെ ചെയ്യും. ഓൺലൈൻ KYC എന്ന് പറയും, അതും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓർക്കുക. നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ നടക്കും. സോ വാലിഡ് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്തോളുക. എനിക്ക് തോന്നുന്നു ഇത് മെയിൻസിനും കാര്യങ്ങളൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ പരീക്ഷയ്ക്കും വരുമെന്ന് തോന്നുന്നു. കാരണം കയറുമ്പോൾ തന്നെ അവർ അത് നിങ്ങളുടെ ഓൺലൈൻ KYC നടത്തിയിട്ടേ കേട്ടതുള്ളൂ. അപ്പോൾ അതാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന അടുത്ത മാറ്റം വന്നിരിക്കുന്നത്. സെയിം ഏതാണോ ID കാർഡിൽ നിങ്ങളുടെ പേരുള്ളത് അതിൻ്റെ ഒറിജിനൽ കൊണ്ടുവരണം, അതിൻ്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടുവരണം. ഇതൊക്കെ എല്ലാ ഇതിലുള്ള ഇതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് മാറ്റങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. IBPS കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് കാതലായ കാര്യങ്ങളിലേക്ക് വരാം അല്ലേ. നമ്മുടെ ആവശ്യം എന്താ? എത്ര വേക്കൻസി ഉണ്ട് എന്നറിയണം. എൻ്റെ പുറകിൽ കാണുന്ന സ്ക്രീനിലാണ് ഈ വർഷത്തെ നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേക്കൻസിയിൽ മത്സരിക്കാൻ പറ്റും എന്ന് ശ്രദ്ധിക്കുക. ഓരോ ബാങ്കുകളും, SBI ഒറ്റ ബാങ്കുകളുള്ളൂ, എന്നാൽ ഇത് 11 ബാങ്കുകളുണ്ട്. അവരവരുടെ വേക്കൻസികൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ചില ബാങ്കുകൾ അത് റിലീസ് ചെയ്തിട്ടില്ല. സോ അതിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ഇതിലേക്ക് ഇതാണ് ടോട്ടൽ നമ്മുടെ ഇതിലേക്ക് കാണുന്നത്. സോ ആദ്യം വന്നിരിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡയാണ്.
നിങ്ങൾക്ക് കാറ്റഗറി വൈസ് കാണാം. കാറ്റഗറീസ് ഓരോ കാറ്റഗറി SC ST OBC ടോട്ടൽ അവർക്ക് 1000 വേക്കൻസി ഉണ്ട്. 1000 വേക്കൻസി. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ബാങ്ക് ഓഫ് ബറോഡ കുറേ കാലമായിട്ടാണ് വിളിക്കുന്നേ ഇല്ലായിരുന്നു. വിളിക്കുകയെന്ന് വെച്ചാൽ അത് സീറോ തന്നെയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അത് ആശാവഹമായി അവർ വിളിച്ചിട്ടുണ്ട്. 1000 വേക്കൻസി വന്നാൽ ഗുഡ്സ്. ഇത് ബാങ്ക് ഓഫ് ഇന്ത്യ 700 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. കാറ്റഗറി വൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഇത് ജനറൽ, EWS, OBC നിങ്ങൾ ഏതാണോ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്നു എന്ന് കരുതിക്കൊള്ളുക. ദിവാസ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുക, അതിലേക്കായി വർക്ക് ചെയ്യുക. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അതും നല്ല വേക്കൻസി. കഴിഞ്ഞ വർഷവും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നല്ല വേക്കൻസി തന്നെ വിളിച്ചു. കാനറ ബാങ്ക് ഇതുപോലെയാണ്, വിളിക്കാൻ ഭയങ്കര പിശുക്കാരും. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ചിലപ്പോൾ നമ്മളെ ആകെ നിരാശപ്പെടുത്തി കളയും. കാരണം ഇതിലേറ്റവും നമ്പർ 1 ബാങ്ക് കാനറ ബാങ്കാണ്. അവർ വേക്കൻസികൾ വിളിക്കാനില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 500 തന്നെ അൺറിസർവ്ഡ് ഉണ്ട്. 1000 വേക്കൻസി അവർ വിളിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ CBI 500 വേക്കൻസി. ഇന്ത്യൻ ബാങ്ക് നല്ല ബാങ്ക്. നോട്ട് റിപ്പോർട്ടറാണ്. നോട്ട് റിപ്പോർട്ടർ മീൻസ് വിളിക്കും, എന്തായാലും അവർ വിളിക്കും. അവരുടെ ബാക്ക്ലോഗും ഒക്കെ നോക്കിയിട്ട് വേണം അവർക്ക് വിളിക്കാൻ. സോ അതെന്തായാലും തുടരെയുള്ള നിങ്ങളുടെ IBPSൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കുക. ഇവർ ഓരോ ബാങ്കുകളും ആ പ്രോസസ്സിനിടയ്ക്ക് വിളിക്കും. നിങ്ങളുടെ പ്രോസസ്സ് തീരുമ്പോഴത്തേക്കും റെഡിയാക്കിയാൽ മതി. അപ്പോൾ ചിലപ്പോൾ ഫിലിംസിന് ഇത് കൂടും, കട്ട് ഓഫ് കുറയും. കാരണം ഇച്ചിരി വേക്കൻസി വിളിക്കുമ്പോൾ കട്ട് ഓഫ് കുറയും. മെയിൻസിന് ഇപ്പോൾ കട്ട് ഓഫ് കുറയും. ആ സമയത്തായിരിക്കും വേറൊരു ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ ഇനിയും അതിനനുസരിച്ച് ഇപ്പോൾ ഉള്ളതാണ് തൽസ്ഥിതി. അപ്പോൾ നോട്ട് റിപ്പോർട്ടർ നമുക്ക് ആശയുണ്ട്, സീറോ അല്ല. ദെൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് IOB തന്നെ ഇപ്രാവശ്യം 450 വിളിച്ചിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്തുകൊണ്ടോ കുറഞ്ഞു പോയി, 200 വിളിക്കുന്നു. ഇപ്പോൾ സാധാരണയായിട്ട് അവരുടെ വിളി കാണുന്നേയില്ല. നമ്മുടെ എവിടെയും കിട്ടുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത് ആ ഒരു ട്രെൻഡാണ് അവർ ഇത് ചെയ്യുന്നത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 358, അത് കുഴപ്പമില്ലാത്ത ഇതാണ്. യൂക്കോ ബാങ്ക് നോട്ട് റിപ്പോർട്ടറാണ്. അത്രയൊരു മെയിൻ ബാങ്ക് അല്ലെങ്കിൽ പോലും നോട്ട് റിപ്പോർട്ടറാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വൺ ഓഫ് ദ ബെസ്റ്റ് ബാങ്ക് ആൻഡ് മേജർ ബാങ്ക്, അതും നോട്ട് റിപ്പോർട്ടറാണ്. സോ 2 മേജർ ബാങ്കുകൾ നോട്ട് റിപ്പോർട്ടഡ് ആയിട്ട് പോലും നമുക്ക് 5208 വേക്കൻസി ഉണ്ട്. ഇത് വളരെ ആശാവഹമാണ്. നമുക്ക് നല്ലപോലെ ഒരുങ്ങാനും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുക. ഏറ്റവും നല്ലപോലെ അത് ശമ്പളം നിങ്ങളുടെ കാലം കയറുമ്പോൾ പറയാം. ഏകദേശം SBIയുടെ അടുത്ത് ബേസിക് സാലറി ആയത് ഞങ്ങൾ കയറിയ വർഷമാണെന്ന് പറയാൻ പറ്റുന്ന അഭിമാനിക്കാവുന്ന വർഷം. നല്ല വേക്കൻസികൾ വന്നിരിക്കുന്നു. ഇനി ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യും? നിങ്ങൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പ്രിഫറൻസ് ഉണ്ട്. ബാക്കിയുള്ള SBI പോലെയല്ല. ഏത് ബാങ്കാണ് നിങ്ങൾക്ക് ആദ്യം വെക്കേണ്ടത്? ഈ 11 ബാങ്കിനും നിങ്ങൾക്ക് പ്രിഫറൻസ് വെക്കണം. അത് എങ്ങനെ വെക്കണമെന്ന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പ് എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട്. എന്നിരുന്നാലും ഞാൻ പുതിയൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യും. കാരണം പല കുട്ടികൾക്കും അറിയില്ല. അവസാനം ഇൻ്റർവ്യൂ കഴിയുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ അപ്ലൈ ചെയ്ത ബാങ്കിൽ അല്ലല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ബാങ്കിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രിഫറൻസ് അങ്ങനെ കൊടുക്കണം. അതിൽ ഈ 11 ബാങ്കുകൾ എങ്ങനെയാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ അറിയണം. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാണ് വേക്കൻസിയുടെ ഇത്. മറ്റേ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാൻ കുട്ടികൾക്കത് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് വേക്കൻസി പരമായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങളെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എന്നൊക്കെ നമുക്കറിയാം കേരളത്തിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു എന്തൊക്കെ നിങ്ങൾ ചെയ്യണം കാര്യങ്ങളും ഒക്കെ എല്ലാം അവർ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്റർ ഇടരുത്, കാര്യങ്ങൾ ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ക്യാപിറ്റൽ ലെറ്ററിലല്ലേ എല്ലാം ഇത്. പിന്നെ അവർ ഈ പ്രാവശ്യം IPS കൊടുത്തിട്ടുണ്ട്. പെൻഡും കൊടുക്കും. നിങ്ങൾക്ക് ഒരു OBCയുടെ സർട്ടിഫിക്കറ്റ് വേണോ? നിങ്ങൾക്കെല്ലാം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് SC STയുടെ സർട്ടിഫിക്കറ്റ് വേണോ? എല്ലാ ഇതുകൊണ്ട്. നിങ്ങൾ PWD ഇതാണോ? അതിനകത്ത് ഇതുണ്ട്. ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർ എല്ലാം IPS കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കാണ്ട് എല്ലാ ഫോംസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിന്. അപ്പോൾ നിങ്ങൾ പോയി അതിന് വേറെ പ്രിൻ്റ് എടുത്ത് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് പോയി ഇതിന് നിങ്ങൾ ഏതാണോ കാറ്റഗറി അതിനുവേണ്ടി ഇപ്പം തന്നെ അപ്ലൈ ചെയ്തുകൊള്ളുക. സോ ഇതാണ് വിശേഷങ്ങൾ. IPS POയുടെ വന്ന മാറ്റങ്ങൾ, വിശേഷങ്ങൾ, കാര്യങ്ങളെല്ലാം ഇതാണ്. അപ്പോൾ നിങ്ങൾ IBPS POയുടെ നോട്ടിഫിക്കേഷൻ കണ്ടു. അതിൻ്റെ മാറ്റങ്ങളും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. മാറ്റങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുക. നമ്മൾ മാറ്റങ്ങൾ ഉണ്ട്. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്?
സോ ചേഞ്ച് IPS ആഗ്രഹിച്ചു. കഴിഞ്ഞ 14 വർഷമായിട്ട് അവർ ആഗ്രഹിക്കാത്തൊരു ചേഞ്ച് അവർ SBA കണ്ടെങ്കിലും പഠിച്ചു. നല്ല ചേഞ്ചുകളാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രിലിംസ് നിങ്ങൾക്ക് എന്ത് ഇതാണ്, SBA പ്രിലിംസ് എഴുതുന്ന പോലെയല്ല IPS PO പ്രിലിംസ്, അത് ഓർക്കുക. സോ മാറ്റങ്ങൾ അവിടെയുണ്ട് ഇവിടെയുണ്ട്. അതിനനുസരിച്ച് നമ്മൾ തന്ത്രങ്ങൾ തയ്യാറാക്കണം. മെയിൻസ് SBA PO മെയിൻസ് എഴുതുന്ന പോലെയല്ല IPS PO മെയിൻസ്, രണ്ടും വ്യത്യാസമാണ്. ഞാനതിനാണ് ഓരോന്നും പറഞ്ഞു തന്നത്. പറ്റുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇറക്കാം. സമയത്തിൻ്റെ പരിമിതികളുണ്ട് എങ്കിലും ഓർക്കുക, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആകാനാണ് കോമ്പസ് അക്കാഡമി ശ്രമിക്കുന്നത്. കാരണം നിങ്ങളെല്ലാവരും ഉയർന്നു വരണം. എല്ലാവരും ഒരേപോലെ ഉയർന്ന് വരുമ്പോൾ നമ്മുടെ സ്റ്റഡീസിൻ്റെ സ്റ്റാൻഡേർഡ് തന്നെ ഉയരും. അങ്ങനെ ഉയർന്നു വരാൻ ആഗ്രഹമുള്ള ഒരു ജനത വരുമ്പോൾ ഈ വേക്കൻസികളൊക്കെയും ഫില്ലായിക്കൊണ്ടേയിരിക്കും. അതും നല്ല ലീഡർഷിപ്പും കാര്യങ്ങളും ഉള്ള അവർ പ്രത്യേകിച്ച് ഇവർ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഹൈലൈറ്റ് ചെയ്യാനാണ് അവരിത് നോക്കുന്നത്. അത് ഓർക്കുക. നിങ്ങളൊരു നല്ല ലീഡറാണോ? നല്ല ലീഡറാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും IPS PO ക്രാക്ക് ചെയ്യാൻ യോഗ്യനാണ്. ആ യോഗ്യത എന്താണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തൊട്ട് തന്നെ സ്ട്രാറ്റജീസ് തുടങ്ങിക്കൊള്ളുക. ഡ്രീം ബിഗ്, ചെറിയ ഇതിൽ ഒതുങ്ങാതെ. ഒരു ക്ലർക്കാകാനല്ല, ക്ലർക്ക് മോശമെന്നല്ല, നമ്മൾ PO എയിം ചെയ്യുക, ഉള്ളതെല്ലാം വലുതായിട്ട് എയിം ചെയ്യുക. അതിന് കോമ്പസ് അക്കാഡമി നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഓരോ വീഡിയോസും അതിനായിട്ട് ഇൻഫർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ യുദ്ധങ്ങളും ജയിക്കുന്നത് തന്ത്രങ്ങൾ കൊണ്ട്, ശക്തി കൊണ്ട് മാത്രമല്ല, അത് ഓർക്കുക. അതിനായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുക. തന്ത്രത്തിലൊരു ചാണക്യനാകുക, അതിനനുസരിച്ച് പെരുമാറുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ വിജയം സുനിശ്ചിതം. അപ്പോൾ ഞാൻ പോകുന്നു. ബൈ, സലാം.